أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إن كان آباؤكم وأبناؤكم وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, അല്ലാഹുവിൻ്റെയും അവൻ്റെ പ്രവാചകന്റെയും വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖീങ്ങളായി ജീവിച്ചു മരിക്കാൻ അങ്ങേയറ്റം പരിശ്രമിക്കണേ എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ് സർവശക്തൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിക്കണമെന്നും അനുസരിച്ചാൽ നമുക്ക് നാളെ പരലോകത്ത് ലഭിക്കാനിരിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ചും അനുസരണക്കേട് കാണിച്ചാൽ പരലോകത്ത് നേരിടേണ്ടി വരുന്ന പ്രയാസകരമായ അവസ്ഥയെ സംബന്ധിച്ചെല്ലാം കഴിഞ്ഞ ഖുതുബയിൽ വിശുദ്ധ ഖുർആനിൻ്റെയും പ്രവാചക വചനങ്ങളുടെയും അടിസ്ഥാനത്തിൽ നാം മനസ്സിലാക്കി കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാഅ് ചെയ്യുക, അനുധാവനം ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട് നിരവധി ആയത്തുകൾ, പ്രത്യേകിച്ച് സൂറത്തുൽ നിസാഇൽ നിന്ന് തന്നെ ധാരാളം ആയത്തുകൾ കഴിഞ്ഞ ഖുതുബയിൽ നാം ചർച്ച ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവരാശിയെ സന്മാർഗത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുത്ത് നിയോഗിക്കുന്ന മഹാവ്യക്തിത്വങ്ങളെയാണ് പ്രവാചകന്മാർ എന്ന് പറയുക. ആ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ അന്ത്യപ്രവാചകൻ അസ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുൻ പ്രവാചകന്മാരിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരുപാട് മഹത്വങ്ങൾ, ദറജകളുള്ള ഒരു വ്യക്തിയാണ്. മുൻ പ്രവാചകന്മാരൊക്കെ ഏതെങ്കിലും ഒരു പ്രത്യേകമായ സമുദായത്തിലേക്ക് വേണ്ടി നിയുക്തരായ പ്രവാചകന്മാരായിരുന്നുവെങ്കിൽ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും ഒരു പ്രത്യേകമായ ജനവിഭാഗത്തിന്റെ പ്രവാചകനായിരുന്നില്ല. നേരെ മറിച്ച് വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസി ബശീറൻ വനദീറ. നബിയെ, താങ്കളെ നാം മുഴുവൻ ജനങ്ങൾക്കും ബഷീറും നദീറുമായിട്ടല്ലാതെ നിയോഗിച്ചിട്ടില്ല. ബഷീർ എന്ന് പറഞ്ഞാൽ സ്വർഗത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുന്നവൻ, നദീർ എന്ന് പറഞ്ഞാൽ നരകത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നവൻ, സകല മനുഷ്യർക്കുമുള്ള പ്രവാചകൻ. ഒരു പ്രവാചകരെ അങ്ങ് പറയുക, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമിഅ, നിശ്ചയമായും ഞാൻ നിങ്ങളിലേക്ക് അഥവാ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി നിയുക്തനായ പ്രവാചകനാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ,
ഇവിടെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തെടുത്ത് പറയുന്നത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും ഒരു പ്രത്യേകമായ ജനവിഭാഗത്തിന്റെ പ്രവാചകനല്ല, ലോകത്തിന്റെ പ്രവാചകനാണ്. മുൻ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ജനങ്ങൾക്ക് മുസ്ലിമായി തീരാൻ സാധിക്കണമെങ്കിൽ ആ പ്രവാചകന്മാരിൽ മാത്രം വിശ്വസിച്ചാൽ മതിയായിരുന്നു. ഫോർ എക്സാമ്പിൾ, മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഒരാൾക്ക് മുസ്ലിം ആവാൻ മൂസ അലൈഹിസ്സലാമിനെ അംഗീകരിക്കുക. ഈസ അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഒരാൾക്ക് മുസ്ലിം ആവാൻ ഈസ അലൈഹിസ്സലാമിനെ അംഗീകരിക്കുക. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഒരാൾക്ക് മുസ്ലിമായി തീരാൻ ആ പ്രവാചകനെ ഫോളോ ചെയ്യുക. എന്നാൽ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തായ എന്റെയും നിങ്ങളുടെയും ഈമാൻ പൂർത്തിയാകണമെങ്കിൽ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ മാത്രം വിശ്വസിച്ചാൽ പോരാ. നേരെ മറിച്ച് ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അന്ത്യപ്രവാചകൻ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള സകല പ്രവാചകന്മാരെയും നമ്മൾ അംഗീകരിക്കണം. അതാണ് വിശുദ്ധ ഖുർആനിൽ വിശ്വാസികളായ ആളുകളെ പറ്റി പറയുന്നിടത്ത് ആ വിശ്വാസികളുടെ പ്രഖ്യാപനമായി ഖുർആൻ പറഞ്ഞ ഒരു വിശദീകരണമാണ് ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലിഹി. ഇത് മുഅ്മിനീങ്ങളുടെ ഒരു നിലപാടാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്മാരിൽ ഒരൊറ്റ പ്രവാചകന്മാർക്കിടയിലും ഞങ്ങൾ വേർതിരിവ് കാണിക്കുകയില്ല. അവ ഇന്ന് ജീവിക്കുന്ന ഒരാൾക്ക് മുസ്ലിമായി തീരാൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ മാത്രം വിശ്വസിച്ചാൽ പോരാ. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കണം, ആ പ്രവാചകനെ പിന്തുണയ്ക്കണം. വിശുദ്ധ ഖുർആനിലെ പ്രയോഗം നോക്കി നിങ്ങൾ, ഫല്ലദീന ആമനൂ ബിഹി വഅസ്സറൂഹു വനസറൂഹു വത്തബഉ നൂറല്ലദീ ഉൻസില മഅഹു ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. നിങ്ങൾ ആ പ്രവാചകനിൽ വിശ്വസിക്കണം, ആ പ്രവാചകനെ നിങ്ങൾ പിന്തുണയ്ക്കണം, ആ പ്രവാചകനെ നിങ്ങൾ സഹായിക്കണം. ആ പ്രവാചകനോടൊപ്പം അവതരണീയമായ പ്രകാശത്തെ അഥവാ വിശുദ്ധ ഖുർആനിനെ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഖുർആനിനെ നിങ്ങൾ ഇത്തിബാ ചെയ്യണം, പിൻപറ്റണം. എങ്കിൽ അക്കൂട്ടരാണ് വിജയികൾ എന്ന് വിശുദ്ധ ഖുർആൻ പറയും. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, സൂറത്തുൽ അഅറാഫിന്റെ 158ാമത്തെ ആയത്താണിത്. എന്നാൽ ഇതിന് തൊട്ട് മുമ്പുള്ള വചനം സൂറത്തുൽ അഅറാഫിന്റെ 157ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച്. ആ രണ്ട് ആയത്തുകളിൽ വിശദമായി ഖുർആൻ പ്രവാചകനെ പരിചയപ്പെടുത്തി. പ്രവാചകൻ എന്തിനു വന്നു, പ്രവാചകന്റെ ഡ്യൂട്ടി എന്താ, പ്രവാചകൻ ഇവിടെ നിർവഹിച്ച ദൗത്യം എന്താ. ഖുർആൻ പറയുന്നത് അല്ലദീന യത്തബിഊന റസൂലൻ നബിയ്യൽ ഉമ്മിയല്ലദീ യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത്തൗറാത്തി വൽ ഇൻജീൽ. നബിയായ ഉമ്മിയായ അക്ഷരജ്ഞാനമില്ലാത്ത വിദ്യാഭ്യാസമില്ലാത്ത എഴുത്തും വായനയും ശീലിച്ചിട്ടില്ലാത്ത ആ പ്രവാചകൻ തൗറാത്തിലും ഇൻജീലിലും രേഖപ്പെടുത്തപ്പെട്ട പ്രവാചകൻ. ആ പ്രവാചകനെ നിങ്ങൾ പിൻപറ്റണം. എന്നിട്ട് വിശുദ്ധ ഖുർആൻ പറയുകയാണ് ആ പ്രവാചകന്റെ ഡ്യൂട്ടി എന്താ. യഅ്മുറുഹും ബിൽ മഅറൂഫി വയൻഹാഹും അനിൽ മുൻകരി വയുഹില്ലു ലഹും അത്വയ്യിബാതി വയുഹർരിമു അലൈഹിമുൽ ഖബായിസ വയദഉ അൻഹും ഇസ്റഹും വല്ലഅലാൽ അല്ലതി കാനത് അലൈഹിം ഫല്ലദീന ആമനൂ ബിഹി വഅസ്സറൂഹു വനസറൂഹു വത്തബഉ നൂറല്ലദീ ഉൻസില മഅഹു ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. വിശുദ്ധ ഖുർആൻ പറയുകയാണ് ആ പ്രവാചകൻ നിങ്ങൾക്കിടയിൽ നിർവഹിച്ച ഡ്യൂട്ടി എന്താ. സദാചാരം കൽപ്പിക്കുക, ദുരാചാരത്തെ വിരോധിക്കുക. അതാണ് പ്രവാചകൻ നിങ്ങൾക്കിടയിൽ നിർവഹിച്ച ഡ്യൂട്ടി. പിന്നെയോ നല്ല കാര്യങ്ങൾ ഹലാലാക്കി തരിക, മോശമായ കാര്യങ്ങൾ നിങ്ങളുടെ മേൽ ഹറാമാക്കുക. അതുപോലെ നിങ്ങളുടെ മേലുണ്ടായിരുന്ന കുരുക്കുകൾ, ഭാരങ്ങൾ, ചങ്ങലക്കെട്ടുകൾ ഇറക്കി വെക്കുകയും ചെയ്യുന്ന പ്രവാചകൻ. അഥവാ മുൻ സമുദായങ്ങളിൽ ഉണ്ടായിരുന്ന ശക്തമായ മതനിയമങ്ങൾ ഈ പ്രവാചകന്റെ ഉമ്മത്തിന്റെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അടിച്ചേൽപ്പിച്ചിട്ടില്ല. മുൻ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന പല കർശനമായ നിയമങ്ങളും മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമുദായത്തിന് എളുപ്പമാക്കി കൊടുത്തിട്ടുണ്ട്. ഉദാഹരണം നമസ്കാരം തന്നെ മതിയല്ലോ. ആദ്യം 50 വഖത്ത് നമസ്കാരമായിരുന്നു. ചുരുക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല അത് 5
നിങ്ങൾ ഫോളോ ചെയ്യണം. എന്തിന്? ലഅല്ലകും തഹ്തദൂൻ, എങ്കിൽ നിങ്ങൾക്ക് സന്മാർഗം ലഭിച്ചേക്കാം. ഹിദായത്ത് വേണോ? പ്രവാചകനെ നിങ്ങൾ പിൻപറ്റണം. എന്നാൽ ആ പ്രവാചകനെ അംഗീകരിക്കുന്നതോടൊപ്പം ഇസ്ലാമിക ലോകത്ത് കഴിഞ്ഞുപോയ സകല പ്രവാചകന്മാരിലും വിശ്വാസം വേണം. ഇതൊരു മുസ്ലിമിന്റെ വിശ്വാസപരമായ നിലപാടായിരിക്കണം. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ ഒരു പ്രവാചകനെ നമ്മിലേക്ക് നിയോഗിച്ചവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ പ്രവാചകന്റെ നിയോഗം തന്നെ വലിയൊരു നിഅമത്തായിട്ടാണ് വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചു തന്നത്. ചില ആളുകൾക്ക് പ്രവാചകൻ എന്ന് പറഞ്ഞാൽ റബീഉൽ അവ്വൽ എന്ന ഒരു മാസത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു മുസ്ലിമിനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നത് 12 മാസങ്ങളിലും അവൻ ഒരുപോലെ ആയിരിക്കണം. എല്ലാ ദിവസങ്ങളിലും ആ പ്രവാചകനുമായി അവൻ ബന്ധപ്പെട്ടിരിക്കണം. അഥവാ പ്രവാചകന്റെ ജീവിതം അത് നമ്മുടെ ജീവിതമാക്കി മാറ്റിക്കൊണ്ട് എത്രത്തോളം എന്ന് ചോദിച്ചാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനത്തിൽ നമുക്ക് കാണാം, ലാ യുമിനു അഹദുകും ഹത്താ യകൂന ഹവാഉ തബഅൻ ലിമാ ജിതു ബിഹി. നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുകയില്ല, നിങ്ങളുടെ ഇച്ഛ, മനസ്സിന്റെ ആഗ്രഹം, നിങ്ങളുടെ ഇഷ്ടം ഞാൻ കൊണ്ടുവന്നതിന് അനുസൃതമാകുന്നത് വരെ. അപ്പൊ എന്റെ ഇഷ്ടമേത? എന്റെ പ്രവാചകന്റെ ഇഷ്ടമായിരിക്കണം. ഞാൻ എങ്ങനെ നടക്കണം, ഞാൻ എന്ത് തിന്നണം, ഞാൻ എന്ത് കുടിക്കണം, ഞാൻ എന്ത് ധരിക്കണം, ഞാൻ എന്ത് കുടിക്കാൻ പാടില്ല, ഞാൻ എന്ത് പറയാൻ പാടില്ല, ഞാൻ എന്ത് ധരിക്കാൻ പാടില്ല. ഇസ്ലാം കൃത്യമായ നിർദ്ദേശങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അടുക്കള മുതൽ അന്താരാഷ്ട്രം വരെ സകല കാര്യങ്ങളും. ഒരു യുക്തിവാദി പ്രവാചകന്റെ സ്വഭാവത്തിനെ പരിഹസിച്ചിട്ടാ ചോദിച്ചത്, നിങ്ങളെ പ്രവാചകൻ എല്ലാം പഠിപ്പിച്ചോ? അവർ ടോയ്ലറ്റിൽ പോകുമ്പോഴുള്ള കാര്യം അതും നിങ്ങളെ പ്രവാചകൻ പഠിപ്പിച്ചോ? ആ സ്വഹാബികളെ സുന്ദരമായി മറുപടി പറഞ്ഞു, അതെ, അതും ഞങ്ങളുടെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. മലമൂത്ര വിസർജനം ചെയ്യുമ്പോൾ മറ ഉണ്ടായിരിക്കണം, പ്രവാചകൻ ഞങ്ങളെ പഠിപ്പിച്ചു. കിബിലക്ക് മുന്നിടാൻ പാടില്ല, പ്രവാചകൻ ഞങ്ങളെ പഠിപ്പിച്ചു. വെള്ളം കൊണ്ട് വൃത്തിയാക്കണം, പ്രവാചകൻ പഠിപ്പിച്ചു. വെള്ളമില്ലെങ്കിൽ കല്ല് പോലെയുള്ള വസ്തുക്കൾ കൊണ്ട് ശുദ്ധീകരിക്കുമ്പോൾ 3 എണ്ണത്തിൽ കുറയരുത്, പ്രവാചകൻ പഠിപ്പിച്ചു. വലത് കൈ കൊണ്ട് നിന്റെ ലിംഗത്തെ നീ സ്പർശിക്കരുത്, പ്രവാചകൻ ഞങ്ങളെ പഠിപ്പിച്ചു. ഇടത് കാൽ വെച്ച് കയറണം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസി എന്ന് പ്രാർത്ഥിക്കണം, പ്രവാചകൻ ഞങ്ങളെ പഠിപ്പിച്ചു. പുറത്തു വരുമ്പോ വലത് കാൽ വെച്ച് ഗുഫ്റാനക എന്ന് പറയണം, ഞങ്ങളുടെ പ്രവാചകൻ ഞങ്ങളെ പഠിപ്പിച്ചു. അഭിമാനത്തോടുകൂടി സ്വഹാബത്ത് മറുപടി കൊടുത്തു ആ യുക്തിവാദിക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെടാത്ത ഏത് മേഖലയുള്ളത് ഇല്ല. കാരണം എന്താ? ഇത് ദീനുൽ ഇസ്ലാമാണ്, പ്രവാചകനിലൂടെ പൂർത്തിയായി. പ്രവാചകൻ ദീനിന്റെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി എന്ന് പറഞ്ഞാൽ ദീൻ പൂർത്തിയായില്ല എന്നല്ല അതിന്റെ അർത്ഥം. ഖുർആനിൽ അല്ലാഹു പറഞ്ഞെന്താ? സൂറത്തുൽ മാഇദ 3-ാമത്തെ ആയത്ത്, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇന്നേ ദിവസം നിങ്ങളുടെ ദീൻ പൂർത്തിയായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിൽ ആയത്തിറക്കി. ആരിലൂടെ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനുൽ ഇസ്ലാമിനെ പൂർത്തിയാക്കി. അതുകൊണ്ട് ഇനി ഒരു പ്രവാചകന്റെ ആവശ്യമുണ്ടോ? ഇല്ല. ലോകാവസാനം വരെ വരാനിരിക്കുന്ന സകല മനുഷ്യർക്കുമുള്ള പ്രവാചകനാണ് അസ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകന്റെ മേൽ അവതീർണമായ ഈ വേദഗ്രന്ഥത്തിന് ഒരു പ്രത്യേകതയുണ്ട്. മുൻ വേദഗ്രന്ഥങ്ങളെ പോലെയല്ല. മുൻ വേദഗ്രന്ഥങ്ങൾ മാറ്റത്തിരുത്തലുകൾ ഉണ്ടായി, കൈകടത്തലുകൾക്ക് വിധേയമായി, പുരോഹിതന്മാർ ഇഷ്ടമില്ലാത്തത് ഒഴിവാക്കി, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിച്ചേർത്തു. ഈ വേദഗ്രന്ഥത്തിന്റെ പ്രത്യേകത 15-ാം അധ്യായം 9-ാമത്തെ വചനം, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. തീർച്ചയായും ഈ ദിക്റിനെ നാമാണ് ഇറക്കിയത്, നാം തന്നെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യും. ഖുർആനെ സംരക്ഷിക്കുമെന്നല്ല പറഞ്ഞത്, ഈ ദിക്റിനെ നാം സംരക്ഷിക്കും. ഈ ദിക്റിനെ അവതരിപ്പിച്ചത് നാമാണ്, ഈ ദിക്റിനെ നാം സംരക്ഷിക്കും. ദിക്ർ എന്ന് പറഞ്ഞാൽ ഖുർആനും അതിന്റെ വിശദീകരണമായ പ്രവാചക അധ്യാപനങ്ങളുമാണ്. അതാണ് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത്, വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസ്. ഈ ദിക്റിനെ പ്രവാചകരെ താങ്കൾക്ക് നാം അവതരിപ്പിച്ചത് ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ,
ചെയ്യുമ്പോൾ നമ്മുടെ ഇഷ്ടം, നമ്മുടെ മനസ്സിന്റെ ആഗ്രഹം അതെല്ലാം പ്രവാചകൻ കൊണ്ടുവന്നതിന് അനുസരിച്ചായിരിക്കണം. എന്റെ മനസ്സിന്റെ ആഗ്രഹവും പ്രവാചകന്റെ സുന്നത്തും ഏറ്റുമുട്ടുമ്പോൾ അത് രണ്ടും യോജിക്കുന്നില്ല എങ്കിൽ മനസ്സിന്റെ ഇച്ഛകളെ വലിച്ചെറിഞ്ഞ് പ്രവാചകന്റെ അധ്യാപനങ്ങളെ, സുന്നത്തുകളെ ജീവിതത്തിലേക്ക് ശിരസാവഹിക്കാൻ, സന്നിവേശിപ്പിക്കാൻ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. എങ്കിലേ നീ മുഅ്മിനാവുകയുള്ളൂ, എങ്കിലേ നീ വിശ്വാസിയാവുകയുള്ളൂ. വിശ്വാസികളെ, നിങ്ങൾക്ക് വലിയ അനുഗ്രഹമാണ് പ്രവാചകൻ. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അങ്ങനെയാ, ലഖദ് മന്നല്ലാഹ്. അല്ലാഹുവിന്റെ പ്രയോഗം നോക്ക് നിങ്ങൾ. തീർച്ചയായും നാം അനുഗ്രഹം ചെയ്തിട്ടുണ്ട് അലൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളുടെ മേൽ. എങ്ങനെ? ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, അവരിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രവാചകനെ അവരിലേക്ക് നിയോഗിക്കുക വഴി വലിയ അനുഗ്രഹമാണ് വിശ്വാസി സമൂഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു കൊടുത്തത്. യത്ലു അലൈഹിം ആയാതിഹി. പ്രവാചകൻ എന്താ ചെയ്തത്? അല്ലാഹുവിന്റെ ആയത്തുകൾ അവരുടെ മേൽ ഓതിക്കൊടുക്കുക, അവർക്ക് ക്ലാസ് എടുത്തു കൊടുക്കുകയാണ്. ഖുർആൻ ക്ലാസുകൾ നടത്തുകയാണ് പ്രവാചകൻ. പ്രവാചകന്റെ സ്വഹാബത്ത് മദീന പള്ളിയിലാണ് അവരുടെ മദ്രസ. പ്രവാചകൻ ദർസ് നടത്തിയത് മദീനത്തെ പള്ളിയിലാണ്. ഇന്ന് പള്ളിയിൽ ഒരു ക്ലാസ് എന്ന് പറഞ്ഞാൽ ആരാ വരാൻ തയ്യാറാവുക? ഒരു ഖുർആൻ ക്ലാസ്സിന്റെ എല്ലാ ഞായറാഴ്ചയും സുബഹിസ്കാരത്തിൽ ഈ പള്ളിയിൽ ഖുർആൻ ക്ലാസ് നടക്കുന്നുണ്ട്. ആർക്കായി നേരിടുന്നത്? നമ്മുടെ നാട്ടിൽ, നമ്മുടെ മഹല്ലിൽ, നമ്മുടെ മദ്രസകളിൽ, പള്ളികളെ കേന്ദ്രീകരിച്ച് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ആരെങ്കിലും വരാറുണ്ടോ? പ്രവാചകന്റെ സ്വഹാബത്തൊക്കെ പള്ളിയിലുണ്ട്. എന്തിനാ വന്നത് പള്ളിയിൽ? ചോറിനാനല്ല. അവിടെ എന്തെങ്കിലും ഒരു കൂട്ടം സ്വഹാബത്ത് കൂടി അവിടെ എന്തെങ്കിലും ഒരു പരിപാടി വെച്ച് ആളുകളെ ക്ഷണിച്ച് ആ പരിപാടി കഴിയുമ്പോൾ എല്ലാവർക്കും ചായ ഉണ്ട്, ബിസ്ക്കറ്റ് ഉണ്ട്, ഫുഡ് ഉണ്ട്, സ്നാക്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടല്ല സ്വഹാബത്ത് വന്നത്. അവർക്കറിയാം അവിടെ പച്ചവെള്ളം അവിടെ ഉണ്ടാവില്ലാണ്, കാരത്തിന്റെ ഒരു ചീള് പോലും ഉണ്ടാവില്ല. ചിലപ്പോ യുദ്ധത്തിന് പോലും പോകുന്ന സമയത്ത് പ്രവാചകൻ സ്വഹാബത്തിന് ഇങ്ങനെ വരി നിർത്തുമ്പോ അവരിങ്ങനെ വരി നിൽക്കുകയാണ്. എന്തിനാണല്ലോ? കാരൊക്കെ വാങ്ങാൻ വരി വരിയായിട്ട് നമ്മൾ മദ്രസയിലെ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും സ്നാക്സ് അല്ലെങ്കിൽ സ്വീറ്റ്സ് ഒക്കെ നമ്മൾ വിതരണം ചെയ്യുമ്പോൾ കുട്ടികൾ അതിങ്ങനെ വരി വരിയായിട്ട് വാങ്ങുന്ന പോലെ സ്വഹാബത്ത് വന്നിട്ട് പ്രവാചകന്റെ അടുക്കൽ വരി വരിയായിട്ട് ഓരോ കാരൊക്കെ വാങ്ങും. എവിടെ പോണതാ? യുദ്ധത്തിന് പോകാൻ തയ്യാറാകുന്ന സ്വഹാബിയ. ആകെ കിട്ടുന്ന ഒരു കാരക്കാണ്. സ്വഹാബത്ത് പറയാ, ഞങ്ങളത് തിന്നൂല. അത് തിന്നാൽ പിന്നെ നേരം വെളുക്കുന്നവരെ ഞങ്ങൾക്ക് പിന്നെ വേറൊന്നില്ല തിന്നാൻ. ആ രാത്രിയും പകലും മുഴുവനും ഈ ഒരൊറ്റ കാലക്കയിൽ ഞങ്ങൾ നിൽക്കണം. അതുകൊണ്ട് ഞങ്ങൾ അതൊന്ന് ചപ്പും, അതൊന്ന് ഈമ്പും, അല്ലെങ്കിൽ അതിനൊരു കഷ്ണം കടിച്ചിട്ട് പോക്കറ്റിൽ വെക്കും. അവരുടെ തുണിയിൽ അവരിത് തിരികെ കയറ്റും. ഉച്ചയാവുമ്പോൾ വീണ്ടും കുറച്ച് കഴിക്കും, രാത്രിയാവുമ്പോൾ വീണ്ടും കുറച്ച് കഴിക്കും. ഇതായിരുന്നു അവരുടെ അവസ്ഥ. പക്ഷേ പ്രവാചകന്റെ ഖുർആൻ ക്ലാസ്സിൽ സ്വഹാബത്തിന്റെ തിരക്കായിരുന്നു. യത്ലു അലൈഹിം ആയാതിഹി, അല്ലാഹുവിന്റെ ആയത്തുകൾ ഇങ്ങനെ ഓതിക്കൊടുത്ത പ്രവാചകൻ. എന്നിട്ടോ വയുസക്കീഹിം, അവരെ സംസ്കരിച്ചു. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, കിതാബും ഹിക്മത്തും പഠിപ്പിച്ചു. എന്താ ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ? ഐ അസ്സുന്ന, ഖുർആനും സുന്നത്തും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. വൈകാനു മിൻ ഖബ്ലിന്റെ ഫീ ളലാലിൻ മുബീൻ, അതിനു മുമ്പ് വ്യക്തമായ വഴികേടിലായിരുന്നു ആ ജനത. അങ്ങേയറ്റം വഴിപിഴച്ചു പോയ ഒരു ജനവിഭാഗം. നമുക്കറിയാലോ, മദ്യമില്ലാത്തൊരു രാത്രിയെ കുറിച്ച് ചിന്തിക്കാൻ പോലും അവർക്ക് കഴിഞ്ഞിരുന്നില്ല. പെണ്ണില്ലാത്തൊരു ദിവസത്തെ കുറിച്ച് പോലും അവർക്ക് ചിന്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെയുള്ള ഒരു സമൂഹത്തെ ഖുർആനോദി സംസ്കരിച്ച് ലോകത്തെ കൊണ്ട് പ്രവാചകൻ പറയിപ്പിച്ചു. ഇവരാണ് ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ സമൂഹം. ഖുർആൻ സർട്ടിഫിക്കറ്റ് നൽകിയ സ്വഹാബത്തിന്. കള്ളു കുടിച്ചിരുന്ന, വ്യഭിചരിച്ചിരുന്ന, അതുപോലെ തന്നെ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി നീണ്ട 10-100 വർഷക്കാലം യുദ്ധം ചെയ്തിരുന്ന 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികളെന്ന് ചരിത്രം വിശേഷിപ്പിച്ച ആ സമൂഹത്തെ പറ്റി ഖുർആൻ പറഞ്ഞത് കുൻതും ഖൈറ ഉമ്മ, നിങ്ങളാണ് ഏറ്റവും ശ്രേഷ്ഠമായ സമൂഹം. അവർ മാറി. നമ്മള് ഇസ്ലാമിന്റെ ഓരോ വശങ്ങൾ പറയുമ്പോ, വസ്ത്രധാരണം പറയുമ്പോ, ഹിജാബ് പറയുമ്പോ, ഇരുണ്ട യുഗം, കാട്ടറബികൾ, ഇതുവരെ ഇവർക്ക് നേരം വെളുത്തിട്ടില്ല, ഇവരിപ്പോഴും അതാണ് പറയുന്നത് എന്ന് പറഞ്ഞ് നമ്മളെ പരിഹസിച്ച ആളുകൾ ഇന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന് അവിടെ അതിനെക്കുറിച്ച് പഠനം നടത്തി ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. പഠിക്കണം നമ്മളത്. ഇസ്ലാം പണ്ടേ പറഞ്ഞ കാര്യ ഇന്നത്തെ സമൂഹം പറഞ്ഞുകൊണ്ടിരിക്കണം. ഈ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായി ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചപ്പോ അതൊക്കെ ഇസ്ലാം 1400 കൊല്ലം മുമ്പ് പറഞ്ഞ കാര്യങ്ങളാണ്.
അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതി സംസ്കരിച്ചു, ശുദ്ധീകരിച്ചു, ആ സമൂഹത്തെ നന്നാക്കി. ഈ പ്രവാചകൻ നിങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമാണ്. പ്രവാചകന്റെ നിയോഗം വിശ്വാസി സമൂഹത്തിന് വലിയ അനുഗ്രഹം. പ്രവാചകന്റെ വഫാത്തോ ഏറ്റവും വലിയ നഷ്ടം. എന്റെ ഉമ്മ, എന്റെ വാപ്പ, എന്റെ ഭാര്യ, എന്റെ ഭർത്താവ്, എന്റെ മക്കൾ, അതല്ലെങ്കിൽ ഉരുൾപൊട്ടലിൽ ഒരു കുടുംബത്തിലെ 11 പേര് ഒലിച്ചുപോയി, ഒരാൾ ബാക്കിയായി. ആ മനുഷ്യൻ ഇന്ന് നേരിടുന്ന മാനസികമായ വേദനയേക്കാളൊക്കെ വലിയ ദുരന്തം ഏതാ? എന്റെ പ്രവാചകന്റെ വഫാത്താണ്. അത് നടന്ന മാസമാണ് റബീഉൽ അവ്വൽ. വഫാത്തിനെ കുറിച്ച് ഇൻഷാ അല്ലാഹ് വരും ഖുതുബയിൽ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പൊ പ്രവാചകന്റെ നിയോഗം എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹം. ഇങ്ങനെ ഒരു പ്രവാചകനെ നമ്മിലേക്ക് നിയോഗിച്ചവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പൊ നമുക്ക് ഏറ്റവും വലുതായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്, പ്രവാചകന്റെ മുകളിലായ അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പൊ നമുക്ക് ഏറ്റവും വലുത് എന്റെ റബ്ബ്, എന്റെ റബ്ബ്, എന്നെ സൃഷ്ടിച്ചവൻ, എനിക്ക് തിന്നാൻ തരുന്നവൻ, എന്നെ സംരക്ഷിക്കുന്നവൻ, എന്നെ നിയന്ത്രിക്കുന്നവൻ, എനിക്ക് വായു നൽകിയവൻ, ശ്വാസം നിന്നുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഐസിയുലേക്ക് വെന്റിലേറ്ററിലേക്ക് മാറ്റി ഒരു ദിവസം കഴിഞ്ഞാൽ ആ ബില്ല് എത്രയാണ് സഹോദരങ്ങളെ വരുന്നത്? കൊല്ലെത്രയായി? 10 പൈസ നമ്മൾ കൊടുത്തിട്ടില്ല. നമുക്ക് യഥേഷ്ടം ശ്വസിക്കാനുള്ള വായു അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സംവിധാനിച്ചു. തിന്നാനും കുടിക്കാനും ഒന്നിനും നമുക്കൊരു കുറവില്ല. ഇതൊക്കെ തന്നവനാരാ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. അതുകൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ട ആരെയാണ്? ഭാര്യയല്ല, മക്കളെ അല്ല, നിന്റെ ബിസിനസ് അല്ല, നിന്റെ വീടിന്റെ മുറ്റത്ത് കിടക്കുന്ന വില കൂടിയ കോടികൾ വിലമതിക്കുന്ന നിന്റെ വാഹനമല്ല. വല്ലദീന ആമനു വശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. ഖുർആൻ അങ്ങനെയാ. ഈമാനുള്ള മുഅ്മിനീങ്ങൾ അവർക്ക് അല്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനോട് അതികഠിനമായി സ്നേഹമുള്ളവരാണ് അവർ. അതികഠിനമായി അല്ലാഹുവിനോട് സ്നേഹമുള്ളവർ. ഇന്ന് വരെ അല്ലാഹുവിനോട് ഒരു സ്നേഹം തോന്നിയിട്ടുണ്ടോ? അല്ലാഹു അക്ബർ പള്ളിയിൽ നിന്ന് വിളിക്കാൻ അല്ലാഹു ഏറ്റവും വലിയ, നമ്മളെവിടെ അങ്ങാടിയില്ല. എനിക്ക് ഏറ്റവും വലുത് എന്റെ റബ്ബാണെങ്കിൽ ആ വിളിക്ക് ഉത്തരം കൊടുക്കുവാൻ. സുബഹിയുടെ സമയത്ത് അവൻ കിടന്നുറങ്ങുകയാണ്, പള്ളിയിൽ നിന്ന് വിളിക്കുകയാണ് അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് ഏറ്റവും വലുത്. ഈ ഒരു വിശ്വാസം നമ്മുടെ ഹൃദയത്തിലുണ്ടോ? എനിക്ക് ഏറ്റവും വലുത് എന്റെ റബ്ബാണ്. വിശ്വാസികൾ അല്ലാഹുവിനോട് അതികഠിനമായ സ്നേഹമുള്ളവരാണ്. അല്ലാഹുവിനെ സ്നേഹിക്കാം, ഏറ്റവും കൂടുതലായി അല്ലാഹുവിനെ സ്നേഹിക്കാം. അതിനേക്കാൾ കൂടുതലായി സ്നേഹം വേറെ ഒരാളോടുമില്ല. കാരണം എന്താ? എന്റെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരാരാ? എന്റെ റബ്ബാണ്, എന്റെ റബ്ബാണ്. നമ്മളൊക്കെ എന്തെല്ലാം തോന്നിയാസങ്ങൾ നമ്മൾ കാണിച്ചു കൂട്ടുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മിക്കതും വിട്ടുവീഴ്ച ചെയ്യരുത്. നമ്മള് ഏറ്റവും സ്നേഹമുള്ള, ദുനിയാവിൽ ഏറ്റവും നല്ല ബന്ധം പുലർത്തുന്ന ഒരാളോട് നമ്മൾ ഒരു തെറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു പാല വെച്ചു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അവനോട് അനുസരണക്കേട് കാണിച്ചു എന്ന് വിചാരിക്കുക. 1, 2, 3 തവണയൊക്കെ ആയാൽ ആരെ പഠിക്കാതിരിക്കാം? നമ്മൾ കാണിച്ചു കൂട്ടിയ തോന്യാസങ്ങൾ എത്ര, ഹറാമുകൾ എത്ര, ധിക്കാരങ്ങൾ എത്ര, എന്നിട്ടും നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നതെങ്കിൽ അത് പടച്ചോന്റെ ഔദാര്യമല്ലേ? നമ്മൾ ചെയ്യുന്ന ശിക്ഷക്കനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെ പിടികൂടിയിരുന്നെങ്കിൽ ഈ ഭൂമിയിൽ പോലെ മനുഷ്യന്മാരുണ്ടാവും, ഉണ്ടാവും. അപ്പൊ നമ്മളൊക്കെ ഇവിടെ ജീവിക്കുന്നത് നമ്മുടെ ക്വാളിറ്റി കൊണ്ടൊന്നുമല്ല. പിന്നെയോ അതാ ഒരു കവി പാടിയത് എന്താണെന്നറിയോ? ലൗലാ ശുയൂഖുൽ ലില്ലാഹി റുകാഉ വസിബിയത്തും മിനൽ യതാമാ റുതാഉ വമുഹ്മലാത്തുൻ ഫിൽ ഫലാത്തി റുതാഉ സുബ്ബ അലൈകുമുൽ അദാബുൽ ഔജഉ. അല്ലാഹുവിനെ റുകൂഅ ചെയ്യുന്ന വൃദ്ധന്മാരായ ആളുകൾ ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ, നാലോചിക്കുക, പള്ളിയിൽ ബാങ്ക് കൊടുക്കുമ്പോൾ ആരുണ്ടാവുള്ളൂ? വയസ്സന്മാരുണ്ടാവുള്ളൂ. ഇന്നും നേരത്തെ വന്ന് ഇപ്പൊ ബാക്കിലിരിക്കുന്ന ആളുകൾ, മുന്നിലിരിക്കുന്ന ആളുകളെ നോക്കിയാൽ ബാക്കിൽ ചാരിയിരിക്കുന്നവരൊക്കെ നല്ല തടിപിടിക്കുള്ള ചെറുപ്പക്കാരായ യുവാക്കളായ ആളുകളൊക്കെ കൂട്ടി ചാരിയിരിക്കണം. കണ്ട, അല്ലെങ്കിൽ പിന്നെ പ്രായമായ സുഖമില്ലാത്ത ആളുകൾ, അതൊക്കെ നമുക്ക് അംഗീകരിക്കാം. എന്നാൽ മുന്നിലിരിക്കുന്ന ആളുകളൊക്കെ താടി നരച്ച, മുടി കൊഴിഞ്ഞ പ്രായമുള്ള ആളുകൾ കേട്ടോ. അപ്പൊ ചെറുപ്പക്കാരോടെ പുറകല. അതാ കവിർ അല്ലാഹുവിനെ റുക്കൂ ചെയ്യുന്ന വൃദ്ധന്മാരായ ആളുകൾ ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ, മരുഭൂമിയിൽ അവഗണിക്കപ്പെട്ട് മേടി നടക്കുന്ന നാൽക്കാലികൾ, ഒട്ടകക്കൂട്ടങ്ങൾ ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ, മുല കുടിക്കുന്ന ശിശുക്കൾ ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ, മനുഷ്യ സമൂഹമേ എന്നേ അല്ലാഹു അവന്റെ ശിക്ഷ നിങ്ങളുടെ മേൽ ചൊരിയപ്പെടുമായിരുന്നു എന്നാണ്. നമ്മുടെ മഹത്വം കൊണ്ടല്ല. അതുകൊണ്ട് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണം. അല്ലാഹുവിലേക്ക് മനസ്സങ്ങോട്ട് മടങ്ങണം. എനിക്ക് ഏറ്റവും വലുത് എന്റെ റബ്ബായിരിക്കണം. ലോകം മുഴുവൻ ഉറങ്ങുമ്പോഴും എന്നെ സംരക്ഷിക്കുന്നവനായ എന്റെ റബ്ബ്, ഉറങ്ങാതെ എനിക്ക് പ്രൊട്ടക്ട്
പ്രൊട്ടക്ഷൻ നൽകുന്നവനാണ് എന്റെ റബ്ബ്. നമ്മൾ വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ, ഭാര്യ ഉറങ്ങാൻ, ഭർത്താവ് ഉറങ്ങാൻ, മക്കൾ ഉറങ്ങാൻ, മാതാപിതാക്കൾ ഉറങ്ങാൻ, എല്ലാവരും വാതിലടച്ച് രാത്രി സുഖമായി ഉറങ്ങുമ്പോ ഉറങ്ങാത്ത ഒരാളുണ്ട്, എന്നെ സംരക്ഷിക്കുന്നവൻ, അവനാണ് അല്ലാഹ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനത്തുൻ വലാ നൗം. അല്ലാഹു, അവനല്ലാതെ ഇലാഹില്ല, ആരാധനക്കർഹനായി മറ്റാരുമില്ല, അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അൽ ഹയ്യ്, അവന് മരണമില്ല. അൽ ഖയ്യൂം, സകല കാര്യങ്ങളും നിയന്ത്രിക്കുന്നവനാണ് അല്ലാഹു. ലാ തഖുദുഹു സിനത്തുൻ വലാ നൗം, ഉറക്കമില്ല, ക്ഷീണമില്ല, തളർച്ചയില്ല, അലസതയില്ല, മടിയില്ല, ഒന്നുമില്ല. എന്നെ സംരക്ഷിക്കുന്നവനാണ് എന്റെ റബ്ബ്. ആ റബ്ബിനെയാണ് വിശ്വാസികളെ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്. എന്നാൽ ഇന്നത്തെ സമൂഹം എവിടെയാ? പടച്ചോനേക്കാളും വലിയ ആളാണ് ഉദ്ദേശിച്ചത്, അതല്ലെങ്കിൽ മമ്പുറത്തങ്ങള്. എന്തിനേറെ എപ്പോഴും നമ്മൾ പറയാറുണ്ട്, CM മടവൂര് പടച്ചോനേക്കാളും വലിയ ആളായിട്ടാണ് കൊണ്ടുപോയി വെച്ചിട്ടുള്ളത്, അല്ലെ? ഇനി ഖുർആന്റെ ആയത്തുകളൊന്നും മറച്ചു നോക്കിയ വമിനന്നാസി, അല്ലാഹു പറയാ, മനുഷ്യരിലുണ്ട് ചില ആളുകൾ മയ്യത്തഖിദു, അവർ ഉണ്ടാക്കുന്നു, സ്വീകരിക്കുന്നു, മിൻ ദൂനില്ലാഹ്, അല്ലാഹ്ക്ക് പുറമെ, അൻദാദാ, ചില സമന്മാരെ, പങ്കാളികളെ, എന്നിട്ടോ യുഹിബ്ബൂനഹും, അവർ അവരെ സ്നേഹിക്കുന്നു, കഹുബില്ലാഹ്, അല്ലാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ. ഉണ്ടോ? അല്ലാഹുവിന് പുറമെ കുറെ പങ്കാളികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എല്ലാ സമുദായത്തിലും ഉണ്ട്. അവർക്ക് ദൈവം പോരാ, അല്ലാഹ് പോരാ, സങ്കടം പറയാൻ, പ്രാർത്ഥിക്കാൻ, നേർച്ചകൾ നേരാൻ, അതുപോലെ അസുഖം വന്നാൽ, മക്കൾക്ക് എക്സാം വന്നാൽ, വീട് പണിയുമ്പോ അവിടെയൊക്കെ അവർക്ക് അല്ലാഹ് പോരാ, അല്ലാഹ്ക്ക് പുറമെ ഉണ്ടാക്കി വെച്ച പങ്കാളികൾ അവർക്ക് വേണം. അവരെ അല്ലാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ അവരെ സ്നേഹിക്കുന്നു. ഇന്ന് അതിലും കൂടുതലാണ് സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പറഞ്ഞിട്ടാണ് അല്ലാഹ് എന്ത് പറഞ്ഞത്? എന്നാൽ വല്ലദീന ആമനു, ഈമാനുള്ള മുഅ്മിനീകൾ അങ്ങനെയല്ല, അവർ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അല്ലാഹുവിനെ ഏറ്റവും കൂടുതലായി സ്നേഹിക്കുന്നവരാണ്. അങ്ങനെയാകണം നമ്മൾ, എങ്കിലേ നമ്മുടെ ഈമാൻ പൂർത്തിയാവുള്ളൂ. സലാസുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ, മൂന്ന് കാര്യം ഒരു മനുഷ്യനിൽ ഉണ്ടായാൽ ഈമാനിന്റെ മാധുര്യം നുകരാൻ അവന് സാധിക്കും. ഒന്ന്, അയ്യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ, അല്ലാഹുവും അവന്റെ റസൂലും അവനിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിരിക്കണം, അതല്ലാത്ത മറ്റെല്ലാ കാര്യത്തിനേക്കാളും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ കാണാം, ലാ യുമിനു അഹദുകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവൽദിഹി വന്നാസി അജ്മഈൻ, നിങ്ങളിൽ ഒരാളുടെയും ഈമാൻ പൂർത്തിയാവുകയില്ല ഏതുവരെ നിങ്ങളിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ ഞാനായി തീരുന്നവരെ. പ്രവാചകൻ പറയാ, അല്ലാഹുവിനെ കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും കൂടുതലായി പ്രവാചകനായ എന്നെ സ്നേഹിക്കുന്നത് വരെ എത്രത്തോളം നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ, നിങ്ങളുടെ മക്കളെക്കാൾ, ലോകത്തുള്ള സകല മനുഷ്യരെക്കാളും കൂടുതലായി നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത് വരെ നിങ്ങളുടെ ഈമാൻ പൂർത്തിയാവുകയില്ല. ഞാൻ ഓതിവച്ച വചനം 9-ാം അധ്യായം സൂറത്തു തൗബ 24-ാമത്തെ ആയത്ത്. ഖുൽ നബിയെ പറ, ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറതുകും വഅംവാലുൻ ഇഖ്തറഫ്തുമുഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ വമസാകിനു തർദൗനഹാ. 8 കാര്യങ്ങളാണ് ഖുർആനിൽ പറഞ്ഞത്. നിങ്ങളുടെ പിതാക്കൾ, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ സഹോദരങ്ങൾ, നിങ്ങളുടെ ഇണകൾ, നിങ്ങളുടെ ബന്ധുമിത്രാദികൾ, അതുപോലെ നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ നിങ്ങളുടെ സമ്പത്ത്, നഷ്ടം സംഭവിക്കുമോ എന്ന് ഭയപ്പെടുന്ന നിങ്ങളുടെ കച്ചവടം, നിങ്ങളുടെ ബിസിനസ്, നിങ്ങൾ ഇഷ്ടപ്പെടുന്നതായ നിങ്ങളുടെ പാർപ്പിടം, 8ഓളം കാര്യങ്ങൾ എണ്ണി പറഞ്ഞിട്ട് അല്ലാഹു പറയാ, അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലിഹി, ഇതിൽ ഏതെങ്കിലും ഒന്നിനെ അല്ലാഹുവിനേക്കാളേറെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാളേറെ, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലുള്ള ജിഹാദിനേക്കാൾ കൂടുതലായി നിങ്ങളുടെ മാതാപിതാക്കളെ, മക്കളെ, സഹോദരങ്ങളെ, ഈ പറഞ്ഞ 8-ൽ ഏതെങ്കിലും ഒന്നിനെ നിങ്ങൾ സ്നേഹിച്ചു പോയാൽ ഫതറബ്ബസു, ഖുർആന്റെ താക്കീതാണ്, കാത്തിരുന്നോ, കരുതിയിരുന്നോ, നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുക, ഹത്താ യഅതി അല്ലാഹു ബിഅംരി, അല്ലാഹുവിന്റെ കൽപ്പന, അല്ലാഹുവിന്റെ ശിക്ഷ നിങ്ങളിലേക്ക് വരുന്നതിനെ നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക എന്ന് ഖുർആനിന്റെ ശക്തമായ താക്കീത് നമുക്ക് കാണാം. അതുകൊണ്ട് അല്ലാഹുവിനെ മറന്നിട്ട് ഒരാളും ജീവിക്കരുത്. അങ്ങനെ ജീവിച്ചാൽ ഫസൗഫ യഅതി അല്ലാഹു ബിഖൗമിൻ യുഹിബ്ബൂഹും വയുഹിബ്ബൂനഹു, ഖുർആൻ പറയാ, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കേണ്ട പോലെ സ്നേഹിക്കുന്നില്ല എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തങ്ങ് കളയും, ഉന്മൂലനം ചെയ്യപ്പെടും. കുറച്ചെങ്കിലും ആളുകൾ ഉള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ ജീവിച്ചു പോകുന്നത്.
നിങ്ങൾ അള്ളാഹ് പറഞ്ഞാൽ ഈ സമൂഹത്തെ മൊത്തത്തിൽ അള്ളാഹു എടുത്തു കളയും. എന്നിട്ട് വേറെ ഒരു ജനവിഭാഗത്തിലൂടെ കൊണ്ടുവരും. അവർ അള്ളാഹുവിനെ സ്നേഹിക്കും, അള്ളാഹുവും അവരെ സ്നേഹിക്കുമെന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ശക്തമായ താക്കീത് നൽകുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹിക്കേണ്ടത് ആരെ? അള്ളാഹുവിനെയാണ്. അത് കഴിഞ്ഞാൽ അവന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതിന് റബീഉൽ അവ്വൽ വരണ്ട വിശ്വാസികൾക്ക് എല്ലാ മാസത്തിലും എല്ലാ ദിവസത്തിലും അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും ഏറ്റവും കൂടുതലായി സ്നേഹമുണ്ടാകണം. അവർ മാത്രമാണ് ഈമാൻ പൂർത്തിയാക്കിയവർ. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലു ഉമ്മത്തി യദ്ഖുലൂന അൽ-ജന്നത ഇല്ലാ മൻ അബാ. ഖീല വമൻ യഅബാ യാ റസൂലല്ലാഹ്? ഖാല മൻ അത്വഅനി ദഖല അൽ-ജന്ന വമൻ അസ്വാനി ഫഖദ അബാ. റവാഹുൽ ബുഖാരി. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ സൂക്ഷിക്കുന്ന മുത്തഖീകളായി തീരുവാൻ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരങ്ങളെ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഒരു ഹദീസാണ് നിങ്ങളെ കേൾപ്പിച്ചത്. عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم كل أمتي എൻ്റെ സമുദായം മുഴുവനും യദ്ഖുലൂന അൽ-ജന്ന സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും. ഇല്ലാ മൻ അബാ വിസമ്മതിച്ചവൻ ഒഴികെ. ഖീല വമൻ യഅബാ യാ റസൂലല്ലാഹ്? സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, ആരാണ് വിസമ്മതിച്ചവൻ? ഖാല, അവിടുന്ന് മറുപടി പറഞ്ഞു, മൻ അത്വഅനി ദഖല അൽ-ജന്ന. ആരാണോ എന്നെ അനുസരിക്കുന്നത് അവൻ എന്നോടൊപ്പം സ്വർഗ്ഗത്തിലാണ്. വമൻ അസ്വാനി ഫഖദ് അബാ. ആരാണോ എന്നോട് അനുസരണക്കേട് കാണിക്കുന്നവൻ അവനാണ് വിസമ്മതിച്ചവൻ, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സ്വർഗ്ഗം നേടാനുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞാൽ അത് റസൂലുള്ളാഹിന്റെ ത്വരീഖത്താണ്. വേറെ ഒരു ത്വരീഖത്തിന്റെ പിന്നാലെ പോകണ്ട. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഉ വലാ തത്തബിഉ സുബല ഫതഫറഖ ബികും അൻ സബീലി. വിശുദ്ധ ഖുർആനിന്റെ ആയത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വഹാബത്തൊക്കെ ഇരിക്കുമ്പോൾ പ്രവാചകനെ ഒരു കമ്പ്, ഒരു വടി ഇങ്ങനെ എടുത്തിട്ട് ഒരു നേരായ ഒരു വര വരച്ചു. എന്നിട്ട് പറഞ്ഞു, ഇതാണ് എന്റെ മാർഗം, ഈ മാർഗത്തിലൂടെ വേണം നിങ്ങൾ പോകാൻ. എന്നിട്ട് അതിന്റെ അപ്പുറപ്പുറമായിട്ട് കുറെ വരകൾ വരച്ചു. ഇതൊന്നും എന്റെ മാർഗമല്ല, ആ വഴിയിലെല്ലാം ശൈത്താൻ ഉണ്ടാകും, അതുകൊണ്ട് ആ വഴിയിലൂടെ നിങ്ങൾ പോകാൻ പാടില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് വലച്ചു കാണിച്ചു കൊടുക്കുക. അതാ ഖുർആൻ പറഞ്ഞത്, വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീന നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നമ വസാഅത് മസീറ. സത്യം വ്യക്തമായി, നേർമാർഗം ക്ലിയറായി, ഇന്നതാണ് ശരി. റബീഉൽ അവ്വൽ ആഘോഷിക്കാൻ പാടില്ല. നബിദിനം എന്നത് ഇസ്ലാമിൽ ഇല്ല. റബീഉൽ അവ്വൽ മാസം പ്രവാചകന്റെ ജന്മദിനമല്ല, നേരെ മറിച്ച് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ മാസമാണ്. ഇതൊക്കെ അറിയാത്തവരാരും ഇത് ഇൻഷാ അല്ലാഹ് അടുത്ത ഖുതുബയിൽ നമ്മളത് വിശദീകരിക്കും. ഞാൻ അഡ്വാൻസ് പറയണം, അതിലൊന്നും പോയിട്ട് പിരിവ് കൊടുക്കരുത്, തോരണം കെട്ടാനൊന്നും കൂടരുത്, ചോറിനാനും കൂടരുത്, 10 പൈസ ഒരാൾ വെച്ച് കൊടുക്കാൻ പാടില്ല നബിദിനത്തിന്റെ പേരിൽ. കാരണം എന്താ, അങ്ങനൊന്നും ഇസ്ലാമിൽ ഇല്ലാതെ ഓര് തന്നെ സമ്മതിക്കാണ്. അവര് തന്നെ എന്താ പറഞ്ഞത്? മൗലൂദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജറ 300-ന് ശേഷം വന്നതാ. ഹിജറ 300 എന്ന് പറയുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞ ശ്രേഷ്ഠമായ ഉത്തമ സമൂഹത്തിൽ ഒരാൾക്കും പരിചയമില്ല, ഒരാൾ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അതിന്റെ പിന്നാലെ ഒന്നും കൂടണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക, പ്രവാചകനെ മാറോട് ചേർത്ത് പിടിക്കുക. എന്റെ നേതാവായ പ്രവാചകനാണ്. ഞാൻ ഏത് മദ്ഹബുകാരനാ? ഞാൻ ശാഫി ഹനഫിയല്ല, ഞാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ മദ്ഹബ്. എന്റെ ത്വരീഖത്ത് ഏതാ? റസൂലുള്ളാഹിന്റെ ത്വരീഖത്ത്. ഞാൻ ആരെയാണ് അനുധാവനം ചെയ്യുന്നത്? എന്റെ പ്രവാചകനെ. അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കണം. കഴിയും നമുക്ക്? സ്വഹാബത്തൊക്കെ എത്രയാണ് പ്രവാചകനെ സ്നേഹിച്ചത് നോക്ക് നിങ്ങൾ. മഹാനായ പ്രവാചകൻ, ചെറിയൊരു ഉദാഹരണം പറയാം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്ത് എല്ലാവരും ഒന്നിച്ചിരിക്കുക. പ്രവാചകൻ എത്രത്തോളം സ്വഹാബത്തിനോട് ഇടപഴകി എന്നതിന്റെ ഉദാഹരണമാണ്. സ്വഹാബത്ത് എത്രത്തോളം പ്രവാചകനെ സ്നേഹിച്ചു എന്നതിന്റെയും ഒരു ഉദാഹരണമാണ്. കൂട്ടത്തിൽ ഒരു സ്വഹാബി, മഹാനായ
തൗബാൻ റളിയല്ലാഹു അൻഹു വല്ലാതെ ഇങ്ങനെ ദുഃഖിച്ച് പ്രയാസപ്പെട്ട് ശാരീരികമായി ക്ഷീണിച്ച് ഇങ്ങനെ ആ കൂട്ടത്തിൽ ഇരിക്കുന്നത് കണ്ടപ്പോൾ പ്രവാചകൻ ചോദിച്ചു, അല്ല എന്തു പറ്റി, നിങ്ങൾ വല്ലാതെ ദുഃഖിതനാണല്ലോ, നിങ്ങളുടെ മുഖത്ത് നോക്കിയാൽ അത് മനസ്സിലാകുന്നുണ്ടല്ലോ, എന്താ വല്ല പ്രശ്നമുണ്ടോ, ശരീരം ആകെ ക്ഷീണിച്ചിരിക്കുക, എന്താണ് നിങ്ങളുടെ പ്രയാസം? ആ സ്വഹാബി പറഞ്ഞു, തൗബാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ അതെ ഞാൻ കുറച്ച് ടെൻഷനിലാണ്, ഞാൻ കുറച്ച് പ്രയാസത്തിലാണ്. പ്രവാചകൻ പറഞ്ഞു, നിങ്ങളുടെ പ്രയാസം എന്താ, നിങ്ങൾ പറയും, എന്നെ കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന കാര്യമാണെങ്കിൽ ഞാൻ പരിഹരിക്കാം. പ്രവാചകന്റെ മുന്നിൽ വന്ന് ആരെന്ത് പറഞ്ഞാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്യുന്നു, അല്ലെങ്കിൽ സ്വഹാബത്തിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. അതായിരുന്നു മദീനത്തെ പള്ളിയുടെ പ്രത്യേകത. നമ്മൾ ചിലപ്പോൾ കളിയാക്കിയിട്ട് അല്ലെങ്കിൽ നടക്കൂല എന്ന അർത്ഥത്തിൽ നമ്മൾ പറയും, എന്തെങ്കിലും കാര്യം ഒരാൾ പറഞ്ഞാൽ ഈ പള്ളി പോയി പറഞ്ഞായിക്കോ, അതിന്റെ അർത്ഥം നടക്കൂല എന്നല്ലേ. റസൂലുള്ളാഹിന്റെ കാലത്ത് നേരെ തിരിച്ചാ, പള്ളിയിൽ വന്ന് പറഞ്ഞോ അത് നടന്നിരിക്കും. സുബ്ഹാനല്ലാഹ്. ആരെന്തോന്ന് പറഞ്ഞാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പം തന്നെ ഇടപെടും, അത് പരിഹരിച്ചു കൊടുക്കുമായിരുന്നു. അങ്ങനെ എല്ലാവരും ഇരിക്കണ മദീനത്തെ പള്ളിയിൽ ഒന്നിച്ച് ഈ സ്വഹാബിയുടെ വിഷമം കണ്ടപ്പോൾ പ്രവാചകൻ പറഞ്ഞു, പറയും എന്താണ് പ്രശ്നം, ഞാൻ പരിഹരിക്കാം, എന്നെ കൊണ്ട് കഴിയുന്നതാണെങ്കിൽ. അപ്പൊ ആ സ്വഹാബി പറഞ്ഞൊരു കാര്യം, നബിയെ ശരിയാണ്, ഞാൻ വല്ലാത്ത ടെൻഷനിലാണ്, മാനസിക പ്രയാസത്തിലാണ്, കുറച്ച് ദിവസമായി എനിക്ക് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. പ്രവാചകൻ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പ്രശ്നം? അപ്പൊ ആ സ്വഹാബി പറയും, പ്രവാചകനെ എനിക്ക് അങ്ങയെ വലിയ ഇഷ്ടമാണ്, എനിക്ക് എപ്പോഴും അങ്ങയെ കാണും, എല്ലാ ദിവസവും എനിക്ക് പ്രവാചകനെ കാണണം, പ്രവാചകന്റെ തൊട്ടടുത്ത് വന്ന് ക്ലാസ് കേൾക്കണം, പ്രവാചകനോട് തൊട്ടുരുപ്പിയിരിക്കണം. ഞാൻ കച്ചവടത്തിലാകുമ്പോൾ വീട്ടിലാകുമ്പോഴൊക്കെ എനിക്ക് ഇടക്കിടക്ക് എൻ്റെ പ്രവാചകൻ ഓർമ്മ വരും, കാണാൻ പൂതികയും ഞാൻ അപ്പം തന്നെ പള്ളിയിലേക്ക് ഓടി വരും. പ്രവാചകൻ അങ്ങയുടെ അടുത്ത് വന്നിരിക്കുമ്പോൾ എൻ്റെ മനസ്സിന് നല്ല സമാധാനം ആശ്വാസം കിട്ടും. എന്നാൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എൻ്റെ ടെൻഷൻ അതല്ല, പ്രവാചകരെ നമ്മളെല്ലാവരും മരിച്ചുപോയി, നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ മുന്നിൽ നമ്മൾ എത്തിക്കൊള്ളും. അവിടെ എത്തുമ്പോൾ പ്രവാചകരെ അങ്ങ് ഉന്നതമായ ദറജയിലായിരിക്കും, പദവിയിലായിരിക്കും. ഇനി ഞങ്ങൾ അങ്ങയുടെ സ്വഹാബത്തായി ഞങ്ങൾ സ്വർഗത്തിൽ എത്തിയാൽ തന്നെ അങ്ങയിൽ നിന്ന് എത്ര താഴെയായിരിക്കും ഞങ്ങൾ ഉണ്ടാവുക. നാളെ പരലോകത്ത് വരുമ്പോൾ എനിക്ക് എൻ്റെ പ്രവാചകനെ ഒന്ന് തൊടണം, എൻ്റെ പ്രവാചകന്റെ ചാരത്ത് വന്നൊന്ന് ഇരിക്കണം, പ്രവാചകനോട് തൊട്ടുരുമ്പി നിൽക്കണം എന്ന് എനിക്ക് ഒരാഗ്രഹം ഉണ്ടായാൽ ഞാൻ എങ്ങനെ അത് സാധിക്കും? ഈ സ്വഹാബിയുടെ ടെൻഷൻ അതായിരുന്നു. ഒന്ന് ആലോചിക്കുക, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തലതാഴ്ത്തി, മറുപടിയില്ല, എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കും? സാമ്പത്തിക കടാണെങ്കിൽ ആരോടെങ്കിലും സഹായിക്കാൻ പറയാ, വീടില്ലെങ്കിൽ വീട് വെക്കാൻ സഹായിക്കാൻ പറയാ, ഭക്ഷണമാണ് വേണ്ടെങ്കിൽ ഭക്ഷണം കൊടുക്കുക. ഈ സ്വഹാബി പറഞ്ഞത് ഇതായി പോയി, നാളെ പരലോകത്ത് വരുമ്പോൾ എനിക്ക് എൻ്റെ നബിയുടെ അടുത്തൊന്നിരിക്കണമെന്ന് തോന്നിയാൽ ഞാൻ എന്ത് ചെയ്യും? പ്രവാചകന് പറയാൻ പറ്റുമോ? മറുപടി പറയാൻ പറ്റുമോ? കഴിയില്ല. പറഞ്ഞത് ചോദിച്ചത് പരലോകത്തിന്റെ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈലന്റായി. ഈ സ്വഹാബിയെ ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ല. നോക്ക് നിങ്ങൾ എന്തൊരു സ്നേഹമാണ് പ്രവാചകനോട്. നാളെ പരലോകത്തിലേക്ക് പ്രവാചകന്റെ കൂടെ ഇരിക്കണം, വല്ലാത്തൊരു പൂതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയാനില്ലാതെ വിഷമിച്ചിരിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഒരു ആയത്ത് ഇറക്കി. മുഖറബുൽ അംലാക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന ആയത്ത് ഓതി കൊടുത്തു. സൂറത്തുൻ നിസാ 4-ാം അധ്യായം 69-ാമത്തെ ആയത്തിന്റെ അവതരണ പശ്ചാത്തലം അതായിരുന്നു. വമൻ യുതിഇല്ലാഹ വറസൂൽ, ആർ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുന്നുവോ, ഫഉലൈക അക്കൂട്ടർ മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അല്ലാഹു അനുഗ്രഹിച്ച, അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരായ, മിനൻ നബിയ്യീന പ്രവാചകന്മാർ, വസ്സിദ്ദീഖീന സത്യസന്ധന്മാർ, വശുഹദാഇ രക്തസാക്ഷികൾ, വസ്സാലിഹീൻ സജ്ജനങ്ങൾ, അവരോടൊപ്പമാണ് അവരുടെയും സ്ഥാനം. ആ സ്വഹാബിക്ക് ആശ്വാസമായി, സമാധാനമായി, ടെൻഷൻ മാറി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ആയത്തിറക്കി ആ സ്വഹാബിയെ സമാധാനിപ്പിച്ചു. പ്രവാചക സ്നേഹത്തിന്റെ ഉദാത്തമായ ഉദാഹരണങ്ങളാണ്. എന്തൊരു സ്നേഹമായിരുന്നു അവർക്ക് പ്രവാചകനോട്. അവരാരും റബീഉൽ അവ്വൽ ഒരു തോരണം കെട്ടാനും ബിരിയാണി വെക്കാനും മൗലൂദ് കഴിക്കാനും റാത്തീബ് ചെല്ലാനും ഇല്ല, അതൊന്നും അവർ ചെയ്തില്ല. സ്നേഹം അവരുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു, നാവിലുണ്ടായിരുന്നു. അവരുടെ ഓരോ സെക്കൻഡിലും, അവരുടെ ശ്വാസോച്ഛ്വാസത്തിൽ പോലും പ്രവാചകനോടുള്ള സ്നേഹം തുളുമ്പിരുന്നു. പ്രവാചകനെ സ്നേഹിക്കണം, തർക്കമില്ല. ഏറ്റവും കൂടുതൽ അല്ലാഹുവിനെ കഴിഞ്ഞാൽ നമ്മൾ സ്നേഹിക്കേണ്ടത് നമ്മുടെ പ്രവാചകനെ തന്നെയാണ്. എന്നാൽ ആ പ്രവാചക സ്നേഹം എങ്ങനെയാകണം, എങ്ങനെയാകരുത്, ഇൻഷാ അല്ലാഹ് അടുത്ത ഖുതുബയിൽ നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.